കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 9-ാം സർഗം 33-ാമത്തെ ശ്ലോകമാണ് ഇന്നലെ ചെയ്തത്. അപ്പോൾ അതിൽ ജീവൻ ഈശ്വരൻ ആ ഭേദഭാവനയ്ക്ക് കാരണം തന്നെ ഞാൻ ജീവനാണ് അങ്ങ് ഈശ്വരനാണ് ആ ദ്വൈതഭാവം ഉണ്ടല്ലോ, അതിന് കാരണം തന്നെ നമ്മുടെ അജ്ഞാനാണ്. വാസ്തവത്തിൽ സത്യമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ വസ്തു തന്നെയാണ് ഭഗവാൻ സാധിക്കുന്ന, ആ വസ്തു തന്നെയാണ് ഭഗവാൻ തന്നെയെന്ന് സാധിക്കുന്ന വഴി കാണിച്ചു തരണതും. അതെ, ഈ നമ്മുടെ ജഡമായിട്ടുള്ള മനസ്സിൽ ആ പരമാത്മാവായ ഭഗവാന്റെ പ്രതിഫലനം, ആ പ്രതിബിംബമാണ് ഏതാ ജീവൻ. ഇപ്പോൾ നോക്കൂ, ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിന്നാൽ കണ്ണാടിയുടെ ഉള്ളിലൊരു പ്രതിബിംബം ഉണ്ടാവുമല്ലോ, നമ്മുടെ റിഫ്ലക്ഷൻ ഉണ്ടാവുമല്ലോ. ആ കണ്ണാടി മാറ്റിയാലോ ആ റിഫ്ലക്ഷൻ ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. അതുപോലെയാണ് ഭഗവാൻ ഈശ്വരൻ അവിടെ ഉണ്ട്. മായയാവുന്ന കണ്ണാടിയിൽ ഈശ്വരൻ പ്രതിഫലിച്ചതാണ് ജീവൻ. ആ ജീവൻ ഒരു ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ജീവനെ എന്താ വെച്ചാൽ ഞാൻ ആ ഈശ്വരനാണെന്ന് അറിയില്ല, അറിയാത്തതുകൊണ്ടാണ്, അതാണ് അജ്ഞാനെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഞാൻ ജീവൻ മറ്റത് ഈശ്വരൻ, ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന് നമുക്കറിയില്ല, സ്വരൂപം അറിയാതെ. അതിന് അജ്ഞാനം തന്നെയാണ് കാരണം എന്ന് പറയുകയാണ്. അതായത് ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും അതീതാണ് ഭഗവാനെ, ബ്രഹ്മേ. വാക്കുകൾക്കും മനസ്സിനും വിഷയമല്ലാത്തവനും ഒരു ചലനാദി വികാരങ്ങളില്ലാത്തവനും സർവത്ര പരിപൂർണമായിരിക്കുന്ന ആ സർവാത്മാവിൽ, ആ ആത്മാവിൻ്റെ സർവവ്യാപിത്വം അറിയാത്തത് കൊണ്ടാണ് നമ്മളതിനെ അങ്ങനെ ആരോപിക്കണത്. അതായത് ഇപ്പോൾ നോക്കൂ, ഒരു കയറ് കണ്ടാൽ അത് പാമ്പാണെന്ന് നമ്മൾ ആരോപിക്കുകയാണ്, എന്നിട്ട് പേടിക്കുകയാണ്. ശരിക്കത് കയറാണല്ലോ, പക്ഷെ പാമ്പാണെന്ന് നമ്മൾ ആരോപിക്കുക എന്ന് പറയാം. അതാണ് വിക്ഷേപം. വിക്ഷേപിക്കാൻ നമ്മളെപ്പോഴും പ്രൊജക്റ്റ് ചെയ്യുകയാണ് അത് പാമ്പാണെന്ന്, എന്നിട്ട് പേടിക്കുകയാണ്. അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ അങ്ങയുടെ ഭഗവാന്റെ ശരീരമായിട്ട് കാണുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തിൻ്റെ ആത്മാവാണ് ഹിരണ്യഗർഭൻ. അതായത് ഭഗവാനിനെ പ്രപഞ്ചാകാരനായിട്ട് കാണുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തിന് ചൈതന്യം കൊടുക്കുന്ന ഹിരണ്യഗർഭനാണ് ഭഗവാൻ എന്നാണ് പരമഹംസന്മാരൊക്കെ പറയണമെന്ന് പറയുകയാണ് കേട്ടോ. ആ പറഞ്ഞത് തന്നെ ഞാൻ ഒന്നും കൂടിയും പറഞ്ഞതാണ്. ഇനി നമുക്ക് 34ലേക്ക് പോവാം. ഭാവനാ വിഷയോ രാമ സൂക്ഷ്മന്തേധ്യാതൃമംഗളം ഭൂതം ഭവ്യം ഭവിഷ്യച്ച യത്രേദം ദൃശ്യതേ ജഗൽ. ഹേ രാമ, അതായത് ഇതൊക്കെ കബന്ധൻ്റെ സ്തുതിയാണ് കേട്ടോ. ഹേ രാമ, ഭഗവാന്റെ എന്താ പറയണേ, ധ്യാതൃമംഗളം, ധ്യാനിക്കുന്നവർക്ക് മംഗളത്തെ നൽകുന്ന. ആരാണ് ശ്രീരാമ ഭഗവാനെ ധ്യാനിക്കണേ? അവർക്ക് മംഗളത്തെ നൽകുന്ന തേ സൂക്ഷ്മം, അങ്ങയുടെ സൂക്ഷ്മരൂപം രാമ, ഹേ രാമ, ഭാവനാവിഷയ, ഭാവനയ്ക്ക് വിഷയമാകുന്നു, യത്ര യാതൊന്നിൽ, ഭൂതം കഴിഞ്ഞ കാലവും, ഭവ്യം ഇപ്പോൾ നടക്കുന്നതും, ഭവിഷ്യത് ഇനി വരാൻ പോകുന്നതുമായ ഇതം ജഗത് ദൃശ്യതേ, ഈ ജഗത്ത് ദർശിക്കപ്പെടുന്നു. എന്താ പറയുക വെച്ചാൽ, ഹേ രാമ, അങ്ങയുടെ സൂക്ഷ്മരൂപം ആരാണ് ഹൃദയത്തിൽ ധ്യാനിക്കണേ, ആ ആൾക്ക് ഭഗവാൻ ആ ഹൃദയത്തിൽ തന്നെ സ്ഥാനം നൽകുന്നു. ആ ധ്യാനം ഉറച്ചു കഴിഞ്ഞാൽ, അതായത് ഭഗവാനെ തന്നെ മനസ്സിൽ സദാ ഓർമ്മിക്കാൻ സാധിച്ചാൽ, ഭഗവാനല്ലാതെ ഒന്നും നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത, മനസ്സിലോ ഹൃദയത്തിലോ എന്താ വെച്ചാൽ പറയാം, ഇല്ലാത്തൊരവസ്ഥയായാൽ എന്താ ഉണ്ടാവുക? കഴിഞ്ഞ കാലവും ഇപ്പം നടക്കണതും
ഇനിമേൽ ഉണ്ടാകാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളുടെയും അറിവ് നമുക്കുണ്ടാവും. അതിനാണ് ത്രികാലജ്ഞാനം എന്ന് പറയുക. സദാ ഭഗവാനെ ധ്യാനിക്കുന്നവർക്കാണ് ത്രികാലജ്ഞാനം ഉണ്ടാവുക. അങ്ങനത്തെ മഹർഷിമാരെയാണല്ലോ നമ്മൾ ത്രികാലജ്ഞാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, വസിഷ്ഠനാണെങ്കിലും ഗൗതമനാണെങ്കിലും ഒക്കെ നോക്കൂ, നടന്ന കാര്യവും ഇനി വരാൻ പോണ കാര്യവും ഒക്കെ വസിഷ്ഠനൊക്കെ അറിയാലോ. എല്ലാം അറിയാം വസിഷ്ഠനൊക്കെ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ദിവ്യദൃഷ്ടി ഉണ്ട് അവർക്ക്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊക്കെ അഹം ബ്രഹ്മാസ്മി, ഞാൻ ഭഗവാൻ തന്നെയാണ് എന്ന് ഈ നിരന്തരമായ ധ്യാനം കൊണ്ട് അവർക്ക് അത് മനസ്സിലായിരുന്നു. അവർക്ക് ജ്ഞാനം ഉദിച്ചു. ഞാൻ ഈ ദേഹമല്ല, ഞാൻ ആത്മാവ് തന്നെയാണെന്നുള്ള ജ്ഞാനം ഉള്ളവർക്കാണ് ഇത് പറയണത്. അങ്ങനെ ജ്ഞാനം ഉണ്ടാവാൻ എന്താ വേണ്ടത്? നിരന്തരമായി ഭഗവാനെ ധ്യാനിക്കുക. അങ്ങനെ നിരന്തരമായി ഭഗവാനെ ധ്യാനിച്ചാൽ ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏത് സമയത്തും ഭഗവാനിൽ തന്നെ നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ത്രികാലജ്ഞാനം ഉണ്ടാവും എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഈ ഹിരണ്യഗർഭൻ എന്ന് പറയണതാണ് ആ സൂക്ഷ്മ സ്വരൂപേ. വിരാട് സ്വരൂപനാണ് പ്രപഞ്ചാകാരായി നിൽക്കണ സ്ഥൂല രൂപവും. പക്ഷെ അതിന്ന് രണ്ടിന്നും വ്യത്യസ്തനാണ് ഭഗവാനെ. ശരിക്ക് പറയാച്ചാൽ ഹിരണ്യഗർഭനും അല്ല, വിരാട് സ്വരൂപമായിട്ട് നിൽക്കണ നമുക്കത് കാണാൻ മായയുടെ ഉള്ളിലായതുകൊണ്ട് നമുക്കങ്ങനെ പറയാമെന്നേ ഉള്ളൂ. പ്രപഞ്ചാകാരമായി നിൽക്കുന്ന ഭഗവാനും അതിൻ്റെ ചൈതന്യമായി നിൽക്കുന്ന ഹിരണ്യഗർഭനും. പക്ഷെ വാസ്തവത്തിൽ ഭഗവാൻ ആരാണതൊന്നുമല്ല, ജ്ഞാനസ്വരൂപനാണ്. അത് മായയിലത്തെ പ്രൊജക്ഷനാണ് ഈ പ്രപഞ്ചം. പക്ഷേ അതും ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ്, ഭഗവാൻ തന്നെ ഉണ്ടാക്കണതുമാണ്. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, മൺകലവും മണ്ണുകൊണ്ട് മൺചട്ടി ഉണ്ടാക്കണു. അത് ആ കാര്യത്തിൽ ഒരുപോലെയാണ്. മണ്ണുകൊണ്ടാണ് സകല മൺപാത്രങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ ഉടഞ്ഞാൽ ആദ്യം മണ്ണെണ്ണയാവും, അല്ലേ? ആ നിലയ്ക്ക് ഭഗവാനിൽ നിന്നു തന്നെയാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത്. പ്രപഞ്ചം ഇല്ലാതെയായാൽ ഭഗവാൻ തന്നെയാവും, അത് ശരി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ അറിയോ? ഈ മൺചട്ടി ഉണ്ടാക്കാൻ, മണ്ണുപയോഗിച്ച് മൺചട്ടി ഉണ്ടാക്കാൻ അത് ഒരു കുമ്പാരൻ വേണം, അല്ലെങ്കിൽ മൺകല ഉണ്ടാക്കാൻ അറിയണ ഒരാൾ വേണം. ഭഗവാന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചം ഉണ്ടാക്കുന്ന ആളും. എല്ലാം ഒന്നാണ്. നിമിത്ത കാരണവും അപാദാന കാരണവും എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷേ നമ്മളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ എല്ലാം ഒന്നല്ല. കാരണം ഇപ്പോൾ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരാൾ വേണമല്ലോ, ആ വ്യത്യാസം ഉണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടാക്കിയ സാധനമൊന്നും അല്ലാതെ ശരിക്കൊരു കുടം എന്ന് പറഞ്ഞാൽ മണ്ണ് തന്നെയാണ്, അല്ലേ? അല്ലെങ്കിൽ സ്വർണം കൊണ്ട് ആഭരണം എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ്. അതിനൊരു രൂപം ഉണ്ടെന്ന് മാത്രം, അല്ലേ? അതേപോലെ ഉള്ളൂ നമ്മളെ ഈ പ്രപഞ്ചം. ശരിക്കില്ല. ആ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ചൈതന്യമായി നിൽക്കണ ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനും വേറെ ഇല്ല. അതിന്ന് വേറിട്ട് ഒന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. വളരെ വിഷമമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ. എങ്കിലും അതായത് ഈ പ്രപഞ്ചം ജഡമായതാൽ നിന്തിരുവടിയിൽ ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല. അതായത് എനിക്കങ്ങനെ എനിക്ക് ആ അറിവ് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കുക? അതായത് ഭഗവാൻ മനസ്സിന് അതീതനാണ്. അപ്പം പിന്നെ ഞാൻ ഈ മനസ്സുകൊണ്ട് അറിയാത്ത ഭഗവാനെ സ്തുതിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് എനിക്ക് മാപ്പ് തരണം എന്ന് പറയാണ്. എല്ലാറ്റിനെയും അറിയുന്നവനാണ് ഭഗവാൻ. പക്ഷേ ഒരു ഇന്ദ്രിയം കൊണ്ടും ഭഗവാനെ അറിയാൻ പറ്റില്ല. അതാണ് ഒരു ശരിക്കും അത്ഭുതം. നമ്മുടെ എല്ലാം അറിയുകയും ചെയ്യും, നമുക്ക് അങ്ങോട്ട് അറിയാൻ പറ്റൂല, അല്ലേ? അതായത് അനുഭവമാവാനേ പറ്റുള്ളൂ. അതാണ് സൂക്ഷ്മം ദേ രൂപമവ്യ 34. അപ്പം ആ നല്ല ഒരുപാട് ഇങ്ങനെ ധ്യാനിക്കുന്നവർക്ക് ത്രികാലജ്ഞാനം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോയതാട്ടോ. അതെ, ഭാവനാ വിഷയോ രാമ സൂക്ഷ്മം ദേ ധ്യാതൃമംഗളം ഭൂതം ഭവ്യം ഭവിഷ്യച്ച എത്രേദം ദൃശ്യതേ ജഗൽ. ഇനി 16, 17, 36, 35 ഇനി. സ്ഥൂലേണ്ടകോശേ ദേഹേ തേ മഹദാദിഭിരാവൃതേ സപ്തഭിശ്ചോത്തരഗുണൈർ വൈരാജോ ധാരണാശ്രയഃ ഉത്തരഗുണൈഃ മഹാദിഭി സപ്തഭി ആവൃതേ. അതായത്
ഈ ഉത്തരഗുണൈ പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം ഉത്തരോത്തരം 10 ഇരട്ടി ഉള്ള ഈ മഹത്തത്വം, പിന്നെ അഹങ്കാരം, അങ്ങനെ ഉണ്ടല്ലോ, 7 തത്വങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥൂലേ അണ്ഡകോശത്തെ ദേഹേ, സ്ഥൂലമായ ഈ ഭഗവാന്റെ ദേഹത്തിൽ ധാരണാശ്രയ വൈരാജ പുരുഷ, അതായത് നമുക്ക് ധ്യാനിക്കുന്നതിന് ആശ്രയമായിരിക്കുന്ന വിരാട് പുരുഷനിരിക്കുന്നു. വിരാട് പുരുഷൻ ആരാന്ന് പറയണം. അതായത് ഭഗവാന്റെ ഈ വിരാട് സ്വരൂപം എന്ന് പറയണ ആ സ്ഥൂലം, ഗ്രോസ് ബോഡി ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന ഈ ലോകം, അത് ശരിക്ക് ഒരു അണ്ഡത്തിൻ്റെ രൂപത്തിലാണ്. നമ്മൾ ബ്രഹ്മാണ്ടമാണല്ലോ ആദ്യം ഉണ്ടായത്, അല്ല ഓർമ്മയില്ലേ? അത് എങ്ങനെയാ വെച്ചാൽ ആ ബ്രഹ്മാണ്ടത്തിന് അനവധി കവറിങ് ഉണ്ട്, ആവരണമുണ്ട്. ഓരോ ആവരണവും അതിൻ്റെ മുമ്പത്തെ ആവരണത്തിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുണ്ട്. അതായത് ഭൂമിയാണ് ആദ്യത്തെ ആവരണം. അതിൻ്റെ എത്രയാണ് വലിപ്പഞ്ചാൽ അതിൻ്റെ 10 ഇരട്ടി ജലാവരണം, അതിൻ്റെ 10 ഇരട്ടി അഗ്നി കൊണ്ടാവരണം, അതിൻ്റെ 10 ഇരട്ടി വായുവാൽ ആകരണം, അതിൻ്റെ 10 ഇരട്ടി ആകാശമാകുന്ന ആവരണം, പിന്നെ അഹങ്കാരമാകുന്ന ആവരണം, മഹത്തത്വം. അങ്ങനെ 7 തത്വങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ബ്രഹ്മാണ്ടം, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഭഗവാന്റെ ഈ പ്രപഞ്ചാകാരമായി നിൽക്കുന്ന ഭഗവാന്റെ ശരീരം ഒരു അണ്ഡം പോലെയാണ്. അതിന് 7 ആവരണങ്ങളുണ്ട്. പഞ്ചഭൂതങ്ങളാണ് ഏറ്റവും പുറത്തുള്ള ആവരണങ്ങൾ. അപ്പോൾ ഭൂമി തിരിച്ച് നമ്മൾ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഭൂമി, ജലം, വായു, അല്ല ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. പിന്നെ അഹങ്കാരവും ആദ്യം ഉണ്ടായതാണ് മഹത്തത്വം. മായെന്ന് ആദ്യം ഉണ്ടായത് മഹത്തത്വമാണ്. ഉള്ളിൻ്റെ ഉള്ളിലത്തെ ആവരണം മഹത്തത്വമാണ്. മഹത്തത്വം അത് 7, ഇപ്പം നമ്മൾ ഗോപുരമൊക്കെ ഉണ്ട പറയില്ല, അതുപോലെയാണ്. ആദ്യത്തെ പിന്നെ കവറിങ് ഭൂമി, പിന്നെ ജലം, പിന്നെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ പറയണം കേട്ടോ, പ്രപഞ്ചാകാരമായി നിൽക്കുന്ന ഭഗവാന്റെ 7 ആവരണങ്ങൾ. ഒന്ന് ഭൂമി, പിന്നെ ജലം, പിന്നെ അഗ്നി, പിന്നെ വായു, പിന്നെ ആകാശം. അതിൻ്റെയും ഉള്ളിലത്തെ ആവരണമാണ് എന്താ, കവറിങ്ങാണ് അഹങ്കാരം. ആ അഹങ്കാരത്തിനെയും കവർ ചെയ്യുന്നത്, അഹങ്കാരത്തിൻ്റെ ഉള്ളിലത്തെ കവറിങ്ങാണ് ബ്രഹ്മാണ്ടത്തിനെ കവർ ചെയ്ത് ഏറ്റവും അടുത്ത് നിൽക്കണ കവറിങ് ഏതാണ്? മഹത്തത്വം. അതാണ് മായെന്നുണ്ടായത് മഹത്തത്വം. അപ്പം മഹത്തത്വമാണ് ഏറ്റവും അടുത്തുള്ള കവറിങ്. ഈ 7 ആവരണങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഭഗവാന്റെ സ്ഥൂല ശരീരമാകുന്ന ഈ വിരാട് രൂപം. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് 35 വായിക്കാം. സ്ഥൂലേണ്ടകോശേ ദേഹേതേ മഹദാദിഭിരാവൃതേ, അതാണ് ആവൃത എന്ന് പറഞ്ഞില്ലേ, ചുറ്റപ്പെട്ടിട്ടെ. സപ്തഭിശ്ചോത്തര ഗുണേർ വൈരാജോ ധാരണാശ്രയ, ആ വിരാട് സ്വരൂപനെയാണ് നമ്മൾ ധ്യാനിക്കണം. ഇനി 36, 37, 38, 39 ഒക്കെ സ്തുതിയാണ്. കബന്ധൻ്റെ ആ ഗന്ധർവൻ്റെ ഒരു അറിവ് ആലോചിച്ച് നോക്കൂ. ഇനി 4 ഒന്നിച്ച് വായിക്കാം. ത്വമേവ സർവ കൈവല്യം ലോകാസ്തേ വയവാ സ്മൃതാഃ പാതാളം ദേ പാദമൂലം പാർഷ്ണിസ്തവ മഹാതലം രസാതലം ദേ ഗുൽഭൗതു തലാതലമിതീര്യതേ ജാനൂനി സുതലം രാമ ഊരുതേ വിതലം തഥാ അതലം ച മഹീരാമ ജഘനം നാഭിഗം നഭഃ ഉരസ്ഥലം തേ ജ്യോതിംഷി ഗ്രീവാതേ മഹരുച്യതേ വദനം ജനലോകസ്തേ തപസ്തേ ശംഖദേശകം സത്യലോകോ രഘുശ്രേഷ്ഠ ശീർഷ്ണ്യാസ്തേ സദാ പ്രഭോ. അതായത് എങ്ങനെ നമുക്ക് ശരിക്കും പറയാച്ചാൽ ഈ 4 ശ്ലോകം കൊണ്ട് വിരാട് സ്വരൂപത്തിനെ നമുക്ക് ധ്യാനിക്കാം എന്നും. ഈ 4 ശ്ലോകം ബൈഹാർട്ടാക്കിയാൽ മതി. പിന്നെ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൻ്റെ വർണ്ണനയായി. വളരെ നന്നായിട്ട് ചുരുക്കി പറഞ്ഞിരിക്കണു. ഞാൻ പറയാപ്പത് സർവകൈവല്യം, അതായത് മോക്ഷം, സർവത്തിൻ്റെയും ആ ഏകീഭാവ സർവകൈവല്യ ചെന്താ മോക്ഷം ത്വമേവ, അങ്ങനെ തന്നെയാണ് മോക്ഷം.
ലോകാഹ തേ അവയവാഹ സ്മൃത. ലോകങ്ങളൊക്കെ അങ്ങയുടെ അവയവങ്ങളായിട്ടാണ് കാണുക. വിരാട് സ്വരൂപമായിട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തിലത്തെ സകല സാധനങ്ങളും അങ്ങയുടെ ഓരോ അവയവം ലിംസായിട്ട് കാണണം. തേ അങ്ങയുടെ പാദമൂലം, അതായത് ഉള്ളങ്കാല്, കാലിൻ്റെ അടി ഉൾഭാഗം എന്താണ്? പാർഷ്ണി മീൻസ് കാലിൻ്റെ പുറഭാഗം. ഗുൽഭം എന്താ? ഞെരിയാണി. പിന്നെയോ ജാനൂനി മുട്ടുകൾ രണ്ടും, ഊരു തുടകൾ, ജഘനം അരക്കെട്ട്, നാഭികം നാഭിസ്ഥാനം ആകാശം, പിന്നെയോ നാഭിദ്വാരം ഉരസ്ഥലം മാറിടം, ജ്യോതിംഷി ജ്യോതിർലോകങ്ങൾ, ഗ്രീവ കണ്ഠസ്ഥാനം, ഉച്ചതെ മഹർലോകം, വദനം മുഖം ശംഖദേശം നെറ്റിത്തടം, ശീർഷണി ശിരസിൽ സത്യലോകം ആസ്തെ. അതായത് ഒന്നിച്ച് പറയുകയാണെന്ന് വെച്ചാൽ വളരെയധികം ധ്യാനിക്കാൻ യോഗ്യമായ ആ വിരാട് സ്വരൂപമാണ് ഈ 4 ശ്ലോകത്തിൽ വിവരിക്കണം. എന്താ അറിയോ? ഹേ ശ്രീരാമ ഭഗവാനെ, അങ്ങനെയാണ് എല്ലാവരുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതായത് മോക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങയിൽ ലയിക്കലാണ്. ഈ ലോകം മുഴുവൻ അങ്ങയുടെ ഓരോ അവയവമാണ്. പാതാളം ഉള്ളംകാല്. പാതാളം ഏറ്റവും അടിയിലത്തെ ലോകം, 14 ലോകമല്ലേ? ഏറ്റവും അടിയിലത്തെ ലോകം അങ്ങയുടെ കാലിൻ്റെ അടിയാണ്. പുറവടി മഹാതലം, അതായത് കാലിൻ്റെ മുകൾഭാഗം മഹാതലം. ഞെരിയാണി ആണ് രസാതലം. പിന്നത്തെ ഈ മഹാബലിയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് രസാതലം. പിന്നെ മൊട്ടുകൾ തലാതലം, തുടകൾ സുതലം. സുതലവും വിതലവും 2 ഇത്. തുടകളുടെ നേരെ മീതെ അതലം. ജഘനം അരക്കെട്ടോ അരക്കെട്ട് ഭൂമി ഭൂലോകം. നാഭി ഭുവർലോകം. നാഭി മീൻസ് നമ്മളാ പൊക്കിളൊക്കെ ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഭുവർലോകം, അതായത് ഭൂമിയുടെ തൊട്ട് മീതുള്ളത്. മാറിടം ജ്യോതിർലോകം. കണ്ഠസ്ഥാനം അതായത് കഴുത്ത് മഹർലോകം. മുഖം ജനലോകം. നെറ്റി തപോലോകം. ആൻഡ് ബ്രഹ്മാവിൻ്റെ ലോകം തല. 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കണ ആ വിരാട് സ്വരൂപത്തിനെ ധ്യാനിക്കാനുള്ള 4 ശ്ലോകമാണ് ഇതിൽ പറഞ്ഞത്. പാതാളാണ് ഏറ്റവും കാലിൻ്റെ അടി. മറ്റത് കാലിൻ്റെ ആ അടിയുടെ മുകൾഭാഗം ഉണ്ടല്ലോ, അത് മഹാതലം. ഞെരിയാണികൾ രസാതലം. മുട്ടുകൾ തലാതലം. തുടകൾ സുതലവും വിതലവും. തുടകളുടെ പിന്നെ അതലം, അതായത് ആ അരക്കെട്ടാവണതിൻ്റെ തൊട്ട് മുമ്പേ തുട കഴിഞ്ഞിട്ടേ. പിന്നെ അരക്കെട്ട് ഭൂലോകം. പിന്നെയോ ഈ പൊക്കിളിൻ്റെ ഭാഗം ഭുവർലോകം, അതായത് അന്തരീക്ഷം എന്ന് പറയാം. മാറിടം ജ്യോതിർലോകം. കഴുത്ത് മഹർലോകം. മുഖം ജനലോകം. നെറ്റി തപോലോകം. തല ശിരസ് സത്യലോകം. അപ്പോൾ എല്ലാ ലോകവും ഭഗവാന്റെ അവയവങ്ങളായിട്ട് കാണുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ആ 4 ശ്ലോകം വായിക്കാം, എന്നിട്ട് അടുത്തേക്ക് പോവാം. ത്വമേവ സർവ കൈവല്യം. മാത്രമല്ല ഭഗവാൻ തന്നെയാണ് മോക്ഷം. ലോകാസ്തേ വയവാഹ സ്മൃതാഹ അവയവാം സ്മൃത. പാതാളം തേ പാദമൂലം പാർഷ്ണിസ്തവ മഹാതലം. രസാതലം തേ ഗുൽഭൗതൗ തലാതലമിതീര്യതേ. ജാനൂനി സുതലം രാമ ഊരുതേ വിതലം തഥാ. അതലം ച മഹീരാമ ജഘനം നാഭികം നഭ. ഉരസ്ഥലം തേ ജ്യോതിംഷി ഗ്രീവാതേ മഹരുച്യതേ. വദനം ജനലോകസ്തേ തപസ്തേ ശംഖദേശകം. സത്യലോകോ രഘുശ്രേഷ്ഠ ശീർഷ്ണ്യാസ്തേ സദാ പ്രഭോ. അപ്പോൾ 40-41 വായിക്കാം. ഇന്ദ്രാദയോ ലോകപാലാ ബാഹവസ്തേ ദിശശ്രുതി. അശ്വിനൗ നാസികേ രാമ വക്ത്രം തേഗ്നിരുദാഹൃത. ചക്ഷുസ്തേ സവിതാ രാമ മനശ്ചന്ദ്ര ഉദാഹൃതഃ. ഭ്രൂഭംഗ ഏവ കാലസ്തേ ബുദ്ധിസ്തേ വാക്പതിർഭവേത്. ഇനി മൂക്ക കണ്ണൊക്കെ പറയണ്ട. ഇപ്പോൾ വലിയ അവയവങ്ങൾ അങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ.
ഇനി ഓരോ കുഞ്ഞിതും പറയുന്നുണ്ട്. ഇന്ദ്രായ ലോകപാലാഹ, ഇന്ദ്രൻ മുതലായിട്ടുള്ള ഈ ലോകപാലകന്മാരൊക്കെ ആരാണ്? തേ ബാഹവ, അങ്ങയുടെ കൈകളാണ്, ലോകം പാലിക്കണവർ. ദിശഹ ശ്രുതി, ദിക്കുകളുണ്ടല്ലോ, ശ്രോത്രങ്ങളാണ്, ചെവിയാണ് ദിക്കുകൾ, അങ്ങയുടെ ചെവികളാണ്. അശ്വിനൗ നാസിക, അശ്വിനി ദേവകളാണ് അങ്ങയുടെ മൂക്കിൻ്റെ 2 ദ്വാരങ്ങളൊക്കെ ആയിട്ട്. മൂക്ക് അശ്വിനി ദേവകളെ 2ആണല്ലോ. തേ വക്ത്രം, അങ്ങയുടെ വക്ത്രം, വായ എന്താ? അഗ്നി ഉദാഹൃത, അങ്ങയുടെ മുഖം അഗ്നിയാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം, ഉദാഹൃത. ചക്ഷു നേത്രം, അത് പിന്നെ എന്താണ്? കണ്ണോ സൂര്യൻ. മനഃ ചന്ദ്ര, മനസ്സ് ചന്ദ്രൻ. ഉദാഹൃത, ഉദാഹൃത മീൻസ് ചന്ദ്രൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അത് മനസ്സ് ചന്ദ്രനാണ്, കണ്ണ് സൂര്യനാണ്. തേ ഭ്രൂഭംഗ, അങ്ങയുടെ ഈ പൊക്കിൾക്കൊടി ചലിക്കണതാണ് കാലം. തേ ബുദ്ധി വാഗ്പതി, അങ്ങയുടെ ബുദ്ധി വ്യാഴൻ ബൃഹസ്പതിയാണ്. അതായത് ഇന്ദ്രാദി ലോകപാലന്മാരൊക്കെയാണ് അങ്ങയുടെ കയ്യുകൾ, ദിക്കുകൾ അങ്ങയുടെ ചെവികൾ, അശ്വിനി ദേവന്മാർ അങ്ങയുടെ നാസാപുടങ്ങൾ, പിന്നെ മുഖം അഗ്നി അല്ലെങ്കിൽ വായ എന്താ വെച്ചാൽ അഗ്നി പറയാം. പുരികക്കൊടിയുടെ ആ പുരിക ഇങ്ങനെ ഇളകണതുണ്ടല്ലോ, ആ ചലനങ്ങളെ കാലം. പിന്നെയോ ദേവാചാര്യനായിട്ടുള്ള ബൃഹസ്പതിയാണ് അങ്ങയുടെ ബുദ്ധി. ഇന്ദ്രാദയോ ലോകപാലാ ബാഹവസ്തേ ദിശശ്രുതി അശ്വിനൗ നാസികേ രാമ വക്ത്രം തേഗ്നിരുദാഹൃത ചക്ഷുസ്ഥേ സവിതാ രാമ മനശ്ചന്ദ്ര ഉദാഹൃത ഭ്രൂഭംഗ ഏവ കാലസ്തേ ബുദ്ധിസ്തേ വാക്പതിർ ഭവേത് ബൃഹസ്പതി. ഇനി 42, 43 കൂടിയും പറ്റുമോ നോക്കട്ടെ. പറ്റും. 42, 43 ചെയ്യാം. അതൊന്നും പിന്നെ ഉണ്ടോ? ഇല്ല, അത് 2 തന്നെ. രുദ്രോഹങ്കാരൂപസ്തേ വാച ഛന്ദാംസി ദേവ്യയാ യമസ്തേ ദംഷ്ട്രദേശസ്ഥോ നക്ഷത്രാണി ദ്വിജാലയ ഹാസോ മോഹകരീമായ സൃഷ്ടിസ്തേ പാംഗമോക്ഷണം ധർമ്മ പുരസ്തേ ധർമ്മശ്ച പൃഷ്ഠഭാഗ ഉദീരിതഃ. തേ അഹങ്കാരരൂപ രുദ്ര, അങ്ങയുടെ അഹങ്കാര സ്വരൂപമാണ് രുദ്രൻ. അഹങ്കാരമാണ് രുദ്രനായിട്ട് പറയുന്നത്. അതായത് എന്താണ്? മഹത്തത്വം അഹങ്കാരം ഉണ്ടല്ലോ, അത് അഹങ്കാരം. അവ്യയ തേ വാച ഛന്ദാംസി, ഹേ ഭഗവാനെ, നാശരഹിതനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ വാക്കുകൾ വേദങ്ങളാണ്. ഛന്ദസ് പറഞ്ഞപ്പോൾ ഇവിടെ വേദങ്ങൾ. തേ ദംഷ്ട്രദേശസ്ഥ യമ, അങ്ങയുടെ ദംഷ്ട്ര ആരറിയോ? യമനാണ്, കാലനാണ് അങ്ങയുടെ ദംഷ്ട്രങ്ങൾ. ദ്വിജാലയ നക്ഷത്രാണി, അങ്ങയുടെ പല്ലുകളുണ്ടല്ലോ നക്ഷത്രങ്ങളാണ്. ഹാസഹ മോഹകരീമായ, അങ്ങയുടെ പുഞ്ചിരി മായയാണ്. തേ അപാംഗമോക്ഷണം സൃഷ്ടി, അങ്ങയുടെ കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കലാണ് സൃഷ്ടി. അങ്ങ് കണ്ണൊന്നും വീഴ്ച നോക്കണതാണ് സൃഷ്ടി. തേ പുരഹ ധർമ്മ, അങ്ങയുടെ പുറംഭാഗം, അതായത് ബാക്ക്, അങ്ങയുടെ പുറം പിന്നെ തേ പുര എന്നാണ് കേട്ടോ. മുൻഭാഗം, അങ്ങയുടെ മുൻഭാഗം ധർമ്മം, പിന്നാപ്പുറം പൃഷ്ഠഭാഗം അധർമ്മം. ബാക്ക് അധർമ്മവും മുൻഭാഗം ധർമ്മമാണ്. ഇതി ഉദീരിത എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതായത് ഭഗവാന്റെ അഹങ്കാരാണ് രുദ്രദേവൻ. ഈ നാശരഹിതനായിട്ടുള്ള ഭഗവാന്റെ വാക്കുകൾ വേദങ്ങൾ, ദംഷ്ട്രകൾ യമൻ കാലൻ, പല്ലുകൾ നക്ഷത്രങ്ങൾ, പുഞ്ചിരിയോ നമ്മളെ മുഴുവൻ മോഹിപ്പിക്കുന്ന ആ മായ, ജഗന്മോഹിനിയായിട്ടുള്ള മായ. കടക്കണ്ണിൻ്റെ ചലനം അല്ലെങ്കിൽ കടക്കണ്ണ് കൊണ്ട് നമ്മൾ നോക്കണത് അത് സൃഷ്ടി. അങ്ങയുടെ മുൻഭാഗം ധർമ്മം, പിൻഭാഗം അധർമ്മം. ഇനി 2 ശ്ലോകം കൂടിയും കഴിഞ്ഞാൽ ഈ വിരാട് സ്വരൂപം പൂർണ്ണമാവും. അപ്പോൾ നമുക്ക് അതും കൂടി വായിക്കാം. രുദ്രോഹങ്കാരൂപസ്തേ വാചഛന്ദംസി ദേവ്യയാ യമസ്തേ ദംഷ്ട്രദേശസ്ഥോ നക്ഷത്രാണി ദ്വിജാലയ ഹാസോ മോഹകരീമായ സൃഷ്ടിസ്തേ പാംഗമോക്ഷണം ധർമ്മപുരസ്തേ അധർമ്മശ്ച പൃഷ്ഠഭാഗ ഉദീരിത നിമിഷോന്മേഷേണ രാത്രിർദിർവാചൈവ രഘുത്തമ സമുദ്രാ സപ്തതേ കുക്ഷിർനാഡ്യോ
നദ്യസ്തവ പ്രഭോ രോമാണി വൃക്ഷൗഷധയോ രേതോ വൃഷ്ടിസ്തവ പ്രഭോ മഹിമാജ്ഞാമശക്തിസ്തേ ഏവ സ്ഥൂലം വപുസ്തവ. സ്ഥൂല രൂപത്തിന് മുഴുവൻ ഡിസ്ക്രിപ്ഷൻ തോടെ കഴിയപ്പോൾ നമുക്ക് നോക്കാം. നിമിഷോന്മേഷേണ രാത്രി ഹി ദിവ. അങ്ങ് കണ്ണ് തുറന്നടയ്ക്കണതുണ്ടല്ലോ, ഈ കൺപോള അപ്പോൾ തുറന്നടയ്ക്കണതാണ് ഏത് രാത്രിയും പകലും. തേ കുക്ഷി സപ്തസമുദ്രാഹ. അങ്ങയുടെ വയറുണ്ടല്ലോ, കുക്ഷി പറഞ്ഞ ഉദരത്തിൻ്റെ ഉള്ളിൽ, അത് 7 സമുദ്രങ്ങൾ. നാഡ്യ നദ്യ, നാഡികൾ, അതായത് നെർവ്സാണ് നദികൾ. ഈ കാണുന്ന നദികളൊക്കെ അങ്ങയുടെ നെർവ്സാണ്. രോമാണി വൃക്ഷൗഷധയ. രോമങ്ങൾ അങ്ങയുടെ വൃക്ഷങ്ങളും ഔഷധച്ചെടികളും. രേതഃ വൃഷ്ടി, രേതസ് വർഷം, മഴ. തേ ജ്ഞാനശക്തി. അങ്ങയുടെ ആ ജ്ഞാനശക്തി, തേ ജ്ഞാനശക്തി, അങ്ങയുടെ ജ്ഞാനശക്തി, അങ്ങയുടെ ജ്ഞാനശക്തി എല്ലാറ്റിലും അധികം. തേ ജ്ഞാനശക്തി മഹിമാണ്, എല്ലാറ്റിലും അധികം. ഏവം തവ സ്ഥൂലം വപു. ഇപ്രകാരം അങ്ങയുടെ സ്ഥൂലദേഹം. അതോടെ ഗ്രോസ് ബോഡിയുടെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. പ്രപഞ്ചാകാരനായി നിൽക്കുന്ന വിരാട് സ്വരൂപനായിട്ടുള്ള ഭഗവാനെ പ്രപഞ്ചം തന്നെ ഈ കാണുമ്പോൾ ഇങ്ങനെയാണ് കാണുക എന്നർത്ഥം. അങ്ങയുടെ ഈ കൺപോള അടയ്ക്കലും തുറക്കലുമാണ് രാത്രി. പിന്നെ അങ്ങയുടെ കുക്ഷി മീൻസ് വയറിൻ്റെ ഉൾഭാഗം, സപ്തസമുദ്രങ്ങൾ, നദികൾ, നെർവ്സ് നാഡികൾ, രോമങ്ങൾ, വൃക്ഷലതാദികളായിട്ടുള്ള ഔഷധങ്ങളൊക്കെ, രേതസ് മഴ, അതായത് വീര്യം, മഴ. അങ്ങയുടെ ജ്ഞാനശക്തിയാകട്ടെ ഇതിനെ എല്ലാം അതിക്രമിച്ചിരിക്കുന്നതാണ്. ഇപ്രകാരം ഇരിക്കുന്ന ഈ സകല ലോകം നിന്തിരുവടിയുടെ സ്ഥൂല ശരീരമാകുന്നു എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താട്ടോ. അത് രണ്ടും വായിച്ചിട്ട്. നിമിഷോന്മേഷേണ രാത്രിർവാ ചൈവ രഘുത്തമ സമുദ്ര സപ്തതേ കുക്ഷിർനാഡ്യോ നദ്യസ്തവ പ്രഭോ രോമാണി വൃക്ഷൗഷധയോ രേതോ വൃഷ്ടിസ്തവ പ്രഭോ മഹിമാജ്ഞാമശക്തിസ്തേ ഏവം സ്ഥൂലം വപുസ്തവ. ഭഗവാന്റെ വിരാട് സ്വരൂപത്തിന് നമസ്കാരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമ. ഗുരുവായൂരപ്പ വിരാട് സ്വരൂപത്തിന് നമസ്കാരം. ശരണം.